കൃഷ്ണാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഒരു മട്ടൺ വരട്ടിയതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് ഞാൻ 1 കിലോ മട്ടൺ ഉപ്പും മഞ്ഞൾ പൊടിയും ഇട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് വേവിച്ചത്. അത് വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വേണ്ട മസാലകളെല്ലാം തയ്യാറാക്കാം. മട്ടൺ വരട്ടിയതിന് വേണ്ട ഉള്ളി നമുക്ക് വഴറ്റിയെടുക്കാം. അതിന് ഞാൻ ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിൽ ഒരു 3-4 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായി കഴിഞ്ഞ് ഇനി നമുക്ക് അതിലേക്ക് ഒരു 5 ഉള്ളി ഇട്ട് കൊടുക്കാം. 5 ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. അത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു 4 പച്ചമുളക് കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലപോലെ വഴറ്റിയെടുക്കണം. കുറച്ച് സമയം വഴറ്റണം. ഉള്ളി നല്ലവണ്ണം വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും പേസ്റ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ 2 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. മട്ടന് കുറച്ചധികം വെളുത്തുള്ളി ഉണ്ടായില്ലെന്ന് ടേസ്റ്റ് ഉണ്ടാവാം. അതുപോലെ 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും എടുത്തിട്ടുണ്ട്. അത് നല്ലോണം വാടിയിട്ട് നമുക്ക് അതിലേക്ക് തക്കാളി ചേർക്കണം. ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒരു 3 തക്കാളി നേരിയതായിട്ട് മുറിച്ചത് ഇട്ട് കൊടുക്കാം. തക്കാളിയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കതിൽ പൊടികൾ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. അതിന് ഞാൻ 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും 2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും 2 ടീസ്പൂൺ മട്ടൺ മസാലയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയുമാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലപോലെ എണ്ണയിൽ മൂത്ത് വരണം. ഇതിലേക്ക് ഞാൻ കുറച്ച് ഗരം മസാല കൂടെ ചേർക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാല. അതും കൂടെ നമ്മൾക്കൊന്ന് ഇളക്കി കൊടുക്കാം. മസാലകളെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൺ ഇട്ട് കൊടുക്കണം. ഇത് മട്ടണെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു 2-3 മിനിറ്റ് നല്ലപോലെ ഈ മസാലയിൽ കിടന്ന് ഈ മട്ടൺ ഒന്ന് വെന്ത് വരണം. ഈ സമയത്ത് നമുക്ക് ഇതിന് ആവശ്യമുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. മട്ടൺ വേവിക്കുമ്പോൾ കുറച്ച് ഉപ്പിട്ടതാണ്. അപ്പം നമുക്ക് ആ മസാലയിൽ വേണ്ട ഉപ്പ് കൂടെ ഇതിന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലിനി നമുക്ക് അവസാനമായിട്ട് 1/2 സ്പൂണോളം കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നമുക്ക് ഒന്നുകൂടി മിക്സ് ചെയ്ത് എടുക്കാം. അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂണോളം തേങ്ങാപ്പാൽ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചാൽ അതിന് നല്ല സ്വാദായിരിക്കും. അതുകൊണ്ടാണ് അവസാനമായിട്ട് 2 ടേബിൾ സ്പൂൺ കൂടി നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നത്. മട്ടൺ വരട്ടിയത് റെഡിയായി കഴിഞ്ഞു. ഇനി ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്.